ഒരു 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 ആർട്ടിസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പുതിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പുള്ളിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. എനിക്ക് മറ്റൊരു നടനെ പറ്റി നിർമ്മാതാക്കളുടെ ഒരാളാണ് ഇത് ആദ്യം കമ്മിറ്റ് ചെയ്തത്. കമ്മിറ്റ് മീൻസ് നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞത്. എന്റെ കാസ്റ്റിംഗിലും ഒരുപാട് പേര് എന്താണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ, 5 പേർക്ക് സ്വാഗതം. പാപ്പച്ചൻ ഒളിവിലാണ്. ഈ പാപ്പച്ചൻ എപ്പോഴും ഒളിവിലാണോ പാപ്പച്ച? പാപ്പച്ചൻ മിക്കവാറും ഒളിവിലായിരിക്കും. അതല്ലേ? നല്ലൊരു ടൈറ്റിൽ അല്ലേ? ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഈ കഥകൾ കേട്ടുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ആ ടൈറ്റിലാണ്, അന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ടൈറ്റിലാണ് നമ്മൾ ഏറ്റവും പേരെടുത്ത് പറഞ്ഞല്ലേ. ഒരു നല്ലൊരു സബ്ജക്റ്റിൻ്റെ ഭാഗം ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളെല്ലാം ആ രീതിക്കാണ് അല്ലേ. ഇപ്പം കുറേ സിനിമകൾ ചെയ്തു വെച്ചു കുടുംബ പ്രേക്ഷകർ. എനിക്ക് ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ എടുത്തു നോക്കുമ്പോൾ സൈജു കുറുപ്പിൻ്റെ ഓരോ അഭിനയവും മികവ് തെളിയിക്കുന്നുണ്ട്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്ത് തോന്നുന്നു? ഇതും കുടുംബ പ്രേക്ഷകരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ദഹിക്കില്ല അങ്ങനെയൊന്നുമില്ല. ബിക്കോസ് ഇതൊരു ഇപ്പം നമ്മൾ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഹൊറർ ചിത്രവും കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാം, ഒരു ത്രില്ലർ ചിത്രവും ഇഷ്ടപ്പെടാം. ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ടീം ഉദ്ദേശിക്കുന്നത്, ഇതൊരു സകുടുംബം ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ. അതിൽ കോമഡി ഉണ്ട്, നല്ല മ്യൂസിക്കൽ എന്താണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മനോഹരമാണ്. സോങ്സ് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സോങ്സാണ്. ഇപ്പം 3 സോങ്സ് നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനൊന്നൊരു റൊമാൻറ്റിക് സോങ് ആണ്, അത് 90s സോങ് ആണ്. അത് എം ജി ശ്രീകുമാർ സാറും സുജാത മേഡമാണ് അത് ആലപിച്ചിരിക്കുന്നത്. എഴുതിയിരിക്കുന്നത് ഹരിനാരാണ്. ബാക്കിയുള്ള 4 സോങ്ങും എഴുതിയിരിക്കുന്നത് സിൻഡോ സണ്ണിയാണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളൊരു സംവിധായകനാണ് നമ്മുടെ സംവിധായകൻ സിൻഡോ സണ്ണി. ജിബു ജേക്കബ് ചേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. മെഹബൂബ് മൂസയുടെ സമയത്ത് ആണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. ഒരു നമ്മൾ ഒബ്സർവ് ചെയ്യുമല്ലോ ഓരോ ആൾക്കാർ നമ്മൾ ലൊക്കേഷനിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കിയത് അത്യാവശ്യം ടാലന്റഡ്. ഈ എഴുത്ത് പരിപാടി കൊണ്ടൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു സംവിധായകൻ ആകാനുള്ളൊരു സാധനം അദ്ദേഹത്തിനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഞാനാണ് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞത് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണമെന്നുള്ളത്. അങ്ങനെ പാപ്പച്ചനുള്ളിലാണെന്ന് പറഞ്ഞ സബ്ജക്റ്റ് പറയുകയും അത് വാണിയമ്പറക്കാരനാണ് സിൻഡോ. അവിടെ നടന്ന കാടിനടുത്താണ് ഇവൻ്റെ വീട്. അവിടെ നടന്ന പണ്ട് ഇവൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവമാണ് പ്ലോട്ടായിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെ അതൊരു സിനിമാ കഥയായിട്ട് ആക്കിയത്. അത് കുടുംബ പ്രേക്ഷകർക്ക് മാത്രമല്ല, എല്ലാ രീതിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ്, നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഇതൊരു നീറ്റ് സിനിമയാണെന്ന് നമ്മൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ഫാമിലി സിനിമയാണെന്ന് പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയൊരു സിനിമയായിരിക്കും പാപ്പച്ചനുള്ളിലാണ്. തീർച്ചയായിട്ടും. ഈ ശൃംദയി പറഞ്ഞതുപോലെ ഫാമിലി സബ്ജക്റ്റുകൾ കുറേ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു നാടൻ ഫാമിലിയിലെ ഒരു ഭാര്യ എന്ന നിലയിലേക്കാണ് ഈ സിനിമ. നമ്മൾ പോസ്റ്റർ ഇറങ്ങിയപ്പം ട്രെയിലർ ഇറങ്ങിയപ്പോഴും കാണും. ഇപ്പം തന്നെ ഇരിക്കുന്ന ഈ പോസ്റ്റർ തന്നെ കാണുമ്പോൾ അറിയാം നമുക്കൊരു സാധാ കുടുംബത്തിലെ ഒരാൾ അല്ലേ. ഇങ്ങനെയാണ് സൈജുമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിനകത്ത് കൂടുതലുണ്ട് അല്ലേ. പല ഡയലോഗുകൾ ഈ സിനിമയിൽ പറയുന്നുണ്ട്. എങ്ങനെ തോന്നുന്നു? നമ്മുടെ കൂടെ ഡയലോഗ് പറയുന്നുണ്ട്. അത് സത്യമാണ്. ഈ എങ്ങനെയുണ്ട് ഈ സിനിമ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ? എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. ഭയങ്കര എൻ്റർടൈനിങ് ആണ് ആക്ച്വലി. പ്രത്യേകിച്ച് എന്താണ് സൈചേട്ടൻ്റെ ഒരു ഇതിൽ കൂടിയാണല്ലോ കഥ പോകുന്നത്. സൈചേട്ടൻ്റെ തള്ളലാണ് ഈ സിനിമയുടെ മെയിൻ ഇത്. കേട്ടല്ലോ അല്ലേ പാപ്പച്ചന്റെ തള്ളൽ. അപ്പോൾ അത് കൊണ്ട് എത്തിക്കുന്ന കാര്യങ്ങളാണ് സിനിമയുടെ മെയിൻ ഇത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടാണ് അത് പറഞ്ഞു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രസമുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും ചെയ്യാത്ത കഥാപാത്രമൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഫാമിലി, അങ്ങനത്തെ നടൻ, അങ്ങനത്തെ ഒരു ലൗഡർ സൈഡ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സിന്റെ ട്രേറ്റ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ എനിക്കിതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീന പാപ്പച്ചനായിട്ട് വരുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു പുതുമയുണ്ട്, അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻസ് വരുന്ന സീൻസൊക്കെ ഭയങ്കര രസമുള്ള
ചിരിക്കാനും അല്ലെങ്കിൽ അവരുടെ ഒരു കെമിസ്ട്രി ഇക്വേഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ശ്രദ്ധ സിനിമ ചെയ്യുമ്പോൾ കഥകൾ കേൾക്കുമ്പോൾ സെലക്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി കഥകൾ സെലക്ട് ചെയ്യാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സെലക്ട് ചെയ്ത് തന്നെ സിനിമയിൽ അഭിനയിക്കുന്നത് അത്തരം ചിന്തോ ഒരു ആദ്യ സംവിധാനമാണ്. അദ്ദേഹം ഒന്ന് കഥ പറയുമ്പോൾ എങ്ങനെയാണ് ഈ സിനിമ ഞാൻ അഭിനയിച്ചാൽ എനിക്ക് പറ്റിയ വേഷമാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് വന്നത്. അതെ അതെ അതെ. എൻ്റെ അടുത്ത് സിൻഡു ഇത് മെഹ്മൂസയുടെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന്. മെഹ്മൂസ കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു സിൻഡു ആദ്യം പറഞ്ഞ കുറച്ച് ആളുകളിൽ ഒരു പക്ഷേ ഞാനും ഉണ്ടാവുമായിരിക്കും. അപ്പൊ എനിക്ക് ആക്ച്വലി നമുക്ക് ചില കഥകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് അതിൽ ചില മൊമെന്റ്സ് ഈ നറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, ഭയങ്കര ചിരി വരും. ഇത് നമ്മൾ റിലേറ്റ് ചെയ്യും. അപ്പം നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഓഡിയൻസ് തിയേറ്ററിൽ വരുമ്പോൾ അവരും റിലേറ്റ് ചെയ്യും, അവർക്കും അത് ഭയങ്കര രസമായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് ഉള്ള സിനിമകളാണ്. ഭയങ്കര രസമായിട്ടാണ്, അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്ത് സിൻഡോ ഈ കഥ നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പാപ്പച്ചൻ്റെ ക്യാരക്ടറാണ്. പാപ്പച്ചൻ്റെ ക്യാരക്ടറാണ് ആക്ച്വലി പാപ്പച്ചൻ്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ബാക്കിയെല്ലാം പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പാപ്പച്ചൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആളുകൾക്ക് തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് തോന്നും. പുള്ളിയുടെ മൊമെന്റ്സ് എനിക്ക് തോന്നുന്നത് സൈജേട്ടൻ്റെ കണ്ണ് അതിന് ഭയങ്കര ആപ്റ്റായിട്ട് ഞാൻ സിൻഡോട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ് സൈജേട്ടൻ്റെ കണ്ണ് കറക്റ്റാണ്. പാപ്പച്ചന് ഭയങ്കര ഇതാണെന്ന് ഞാൻ ആദ്യം സിൻഡോനോട് സംസാരിക്കും, കാരണം വേറെ എനിക്ക് ആരെയും അതിലപ്പം പറഞ്ഞപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സിൻഡോ ആക്ച്വലി കഥ എൻ്റെ അടുത്ത് നാരേറ്റ് ചെയ്തത്. അപ്പം എനിക്ക് റീന ആവാൻ ഭയങ്കര എന്നോടത്ത് ഫുൾ കഥ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇവൻ ദർശനയുടെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാം കഴിഞ്ഞിട്ടാണ് നറേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സിൻഡോ പറഞ്ഞത് ഇതിൽ റീനയാണ് സിൻഡോ ചെയ്യേണ്ട കഥാപാത്രം. വാവ്, ഈവൻ മറ്റേ ക്യാരക്ടർ ആണെങ്കിലും ഞാൻ ചെയ്തേനെ. മീൻസ് എല്ലാം ഭയങ്കര രസമുള്ള എന്താ പറയുക ഓരോ സിറ്റുവേഷൻസ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ. അതെല്ലാം എല്ലാ ക്യാരക്ടേഴ്സിനും ആ സിറ്റുവേഷൻസ് ഭയങ്കര രസമുള്ള സിറ്റുവേഷൻസ് ആണ്. അപ്പം അതാണെങ്കിലും ഞാൻ ചെയ്തേനായിരുന്നു. റീനയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം എനിക്ക് ആക്ച്വലി കറക്റ്റാണ് പാപ്പച്ചന് പറ്റിയ കറക്റ്റ് വൈഫാണ് റീന എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ. അപ്പോൾ ചെയ്താൽ രസമായിരിക്കും, അതിൽ ആളുകൾ ഇഷ്ടപ്പെടും, കണ്ടു കഴിഞ്ഞാൽ അത് ചിരിക്കാനുണ്ടാവും ആളുകൾക്ക്, അങ്ങനെയൊക്കെ തോന്നി. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ. ഇപ്പം ഈ കണ്ണ് വലിയൊരു ഗുണമായിട്ടുണ്ടല്ലേ? ഇതിന് മുമ്പുള്ള ജാനകി ചാനലിലും കണ്ണിന്റെ ഒരു സംഭവം ശരിക്കും ഇതിലും കണ്ണിന് വലിയ ഗുണമായിട്ടുള്ള പറഞ്ഞ കണ്ണ് വലിയ ഗുണം ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ സിനിമയിലും അത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എടുത്ത് പരാമർശിക്കുന്നുണ്ട് കണ്ണിനെ പറ്റി. പണ്ടോട്ടെ ആൾക്കാർ പറയാറുണ്ട് ഈ കണ്ണ് കാരണമാണ് സിനിമയിൽ വന്നതെന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയാണ്. ഹരിയൻ സാർ ഈ പറഞ്ഞ പോലെ കണ്ണ് ഒരു മെയിൻ ഫാക്ടർ ആയിരുന്നു. വലിയ കണ്ണുള്ള ഒരു നായകനെയായിരുന്നു അദ്ദേഹം തേടിയിരുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ഭാഗ്യത്തിന് എന്റെ കണ്ണ് വലുതായതുകൊണ്ട് ഞാൻ സിനിമയിലെത്തി. പറയുന്നുണ്ടോ കണ്ണിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? കണ്ണിനെ പറ്റി പറഞ്ഞപ്പോ കണ്ണിന്റെ കാഴ്ച പണ്ട് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്. ചെറുപ്പത്തില് ഇപ്പൊ ഇതുപോലെ തന്നെയാണല്ലോ ഈ കണ്ണ് അങ്ങോട്ട് വളരുന്നില്ലെന്നാണ് ജനിക്കുമ്പോ ഉള്ള പോലെ തന്നെയാണ്. വലിയ കണ്ണ് വരുന്നത്. അല്ല, അപ്പോഴ് ഒരു വിഷമം തോന്നിയത് എന്റെ കണ്ണിങ്ങനെ ഒരുമാതിരി ബൾബ് പോലെ അങ്ങനെ തോന്നിയിരുന്നില്ല. ഞാൻ ചോദിച്ചത് ഇപ്പൊ ആ കണ്ണൊരു ഭാഗ്യമായിട്ട് മാറിയതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇല്ലില്ല, അന്ന് എങ്ങനെ വെച്ചാല് ചെറിയ തലയും വലിയ രണ്ട് കണ്ണും വലിയ ചെവി. ഈ ചെവിക്ക് അന്നും ഈ വലിപ്പം തന്നെയുണ്ട്. ചുണ്ട് നല്ല ബോൾഡും ഈ ബോൾഡ്നെസ് അന്നും ഉണ്ട്. അപ്പൊ ചെറിയ തലയിൽ ഈ ചുണ്ടാകുമ്പോൾ ഓർത്ത് നോക്കി. മൂക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എപ്പോഴും ഈ 1994 സമയത്ത് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ആയി, 11ലായി കഴിഞ്ഞപ്പോൾ ഞാൻ മിററിൽ നോക്കിയപ്പോൾ തന്നെ മൂക്ക് നീണ്ടിരിക്കുന്നു. അപ്പൊ ഇത് മാത്രം ഞാൻ ഒന്ന് ആശ്വാസമായിരുന്നു, മൂക്കെങ്കിലും ചെറുതാണല്ലോ. പക്ഷെ അതും വലുതായി. എപ്പോഴും ഞാൻ അറിയാതൊക്കെ വലുതായി. ചിലപ്പോ എന്താ അറിയോ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കണ്ണും മൂക്കും വായും കൂടെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ വലുതായി, നീ മാത്രം എന്താ വലുതാവാത്തത് ഒരു കോംപ്ലക്സ് ആയിരിക്കും. അല്ല, ചില ഇപ്പം പറഞ്ഞ പോലെ ചിലവർക്ക് ചില ഭാഗ്യങ്ങളാണ്, പല കാര്യങ്ങളിലും ഭാഗ്യമാണ്. ഈ പാപ്പച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കറക്റ്റ് ഫീച്ചേഴ്സ് ആണ് സൈജേട്ടന്റെ. എന്നുവെച്ചാൽ അത്രയും നമുക്ക് ബിലീവബിൾ ആണ് ഇയാളാണ് പാപ്പച്ചൻ എന്നുള്ളത്. അത് എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തപ്പോൾ സൈജേട്ടനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബിലീവബിൾ ആണ്. കാരണം അതിപ്പോ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, ഓക്കെ ഇയാൾ തന്നെ ആയിരിക്കും പാപ്പച്ചൻ. അങ്ങനത്തെ ഒരു സ്കെച്ച്, ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടല്ലോ കറക്റ്റ് ആയിട്ട്. എനിക്ക് അന്ന് ചുണ്ട് തടിച്ചിരിക്കുമ്പോഴത്തേക്കും എനിക്ക്
ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ ഷാരൂഖ് ഖാന്റെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഷാരൂഖ് ഖാന്റെ ഭയങ്കര ഫാനാണ്. ഷാരൂഖ് ഖാന്റെ മകനെയാണെന്നുള്ളൊരു സമാധാനം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഞാനും ഇതുപോലെ ആയിരുന്നു. ഞാൻ ഈ ഇടത് കൈ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. പലരും പറയും നിങ്ങൾ ഈ ഇടത് കൈ വല്ലാണ്ട് യൂസ് ചെയ്യുന്നു, നമുക്കൊരു ചിലപ്പോൾ കാണുമ്പോഴത്തേക്കിനെ ഞാൻ പറഞ്ഞു അമിതാഭച്ചനും നമ്മൾ അങ്ങനെയാണല്ലോ സമാധാനപ്പെടുന്നത്. ഞാനും ലെഫ്റ്റ് ഹാൻഡറാണ്. ഓക്കെ അല്ലേ? അടിപൊളി. ചിന്ത ഇതുവരെ അമിതാഭ് അതിലേക്ക് പോയിട്ടില്ല. ഇനി ആ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ടെണ്ടുൽക്കർ ലെഫ്റ്റ് ചെയ്യാം. ലെഫ്റ്റിയാണ്. നിവിൻ ലെഫ്റ്റിയാണ്. ഇവൻ ഓരോരുത്തർക്കും ഓരോന്നുണ്ട് അല്ലേ? അത് കൃത്യമായിട്ടുണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി നാളത്തെ സ്വപ്നം അല്ലേ? അതെ അതെ. അസോസിയേറ്റൊക്കെയായി അസോസിയേറ്റൊക്കെയായി ഇതിൽ ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് സിനിമ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. കുറെ നാളത്തെ അധ്വാനം എന്ത് തോന്നുന്നു ഈ സമയത്ത് ഇരിക്കുമ്പോൾ? സന്തോഷമാണ് മെയിനായിട്ടുള്ളത്, എപ്പോഴും അങ്ങനെയാണല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഒരു സമയത്ത് നമ്മൾ സംവിധായകൻ എന്ന് പറയുന്ന ഒരു ഈ തിരക്കഥ സംഭാഷണം സംവിധാനം പേരെഴുതി കാണിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അത് ശരിക്കും നമ്മളൊരു വർക്കറായി മാറി കഴിയുമ്പോൾ ആ സ്വപ്നത്തെക്കാൾ ഉപരി അതൊരു ജോലിയുടെ ഒരു സ്വഭാവത്തിലേക്ക് മാറും. പിന്നെ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും അത് തോന്നരുതെന്ന് എനിക്ക് തോന്നുന്നത്. ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ റേഷ്യോ അങ്ങനെ ഒന്ന് മാറും, അത് പരിമിതപ്പെടും എന്നുള്ളതാണ്. സിനിമ ഉണ്ടാകുന്നത് പാപ്പച്ചനൊളിവിലാണെന്ന് പറയുന്ന സിനിമ തോമസ് തിരുവല്ല എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിൻ്റെ ബാനറിൽ തോമസ് സാറിനെ എന്നെ അറിയാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. എന്ന് വെച്ചാൽ തോമസ് സാറിൻ്റെ ശമ്പളം വാങ്ങിയിട്ടാണ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്നത്. വീട്ടില്ല അല്ലേ? വീട്ടില്ല. അപ്പം ഇതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹൈദർക്കയും കൂടി ഉള്ള മേഘം മൂസയുടെ പ്രൊമോഷൻ നടക്കുന്ന സമയത്താണ് നമ്മൾ ആ ഹോട്ടലിൽ വെച്ചിട്ട് പരിചയപ്പെടുന്ന സുരേഷ് ഗോപി എല്ലാവരും ഉണ്ട്. അങ്ങനെ സമയത്ത് അവിടെ വെച്ച് ഞാൻ സൈജു കുറുപ്പ് ആണ് ഹീറോ എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി നമ്മൾ ചർച്ച കഴിഞ്ഞു. അപ്പൊ തോമസ് സാറ് മാത്രമാണ് എൻ്റെ അടുത്ത്. അപ്പൊ അന്ന് നിർമ്മാതാവ് തോമസ് തിരുവല്ല അല്ല. കാരണം നമ്മൾ തോമസ് സാറിൻ്റെ അടുത്ത് നമ്മൾ അത്രയും ബലമായിട്ട് പറഞ്ഞിട്ടില്ല, സാർ എന്നെ ചെയ്യണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടില്ല. സാറ് പറഞ്ഞു മോനെ എടാ സൈജു എടാ കറക്റ്റ്, സൈജു തന്നെ മതി. അപ്പം ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ സമീപിച്ചിട്ടുള്ള നിർമ്മാതാക്കൾ കുറേ പേർക്ക് ഇപ്പോൾ സൈജു കുറുപ്പ് നായകനാവുന്നതിൽ അവർക്ക് പ്രോബ്ലം ഉണ്ടായിട്ടല്ല, പക്ഷേ അവരുടെ ബാനറിൽ അവർക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ഇതല്ല എന്ന് അവരുടെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അവിടേക്ക് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഈ കഥ ഇഷ്ടപ്പെടുകയും അങ്ങനെ വരികയും ചെയ്തപ്പോൾ എന്നോട് ആദ്യം തൊട്ട് പറഞ്ഞിട്ടുള്ള ഒരാൾ തോമസ് സാറാണ്. എന്ന് വെച്ചാൽ തോമസ് സാർ എന്നോട് പറഞ്ഞു മോനെ നീ ആ സൈജുവിന് വെച്ച് തന്നെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അത് ഞാൻ ചെയ്യാന്നല്ല പറഞ്ഞേ. പിന്നെ കറങ്ങി ഞാൻ പ്രൊജക്ട് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വേറെ ആരെങ്കിലും ചെയ്തോളാം പറഞ്ഞു. അല്ല അപ്പം ഞാനിത് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പരിപാടി ചേട്ടനിലേക്ക് നടക്കില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ലേ ചേട്ടാ പറഞ്ഞത്. അതായത് ഈ പരിപാടി കാരണം എന്താ വെച്ചാൽ നമ്മൾ എഴുതി തുടങ്ങിയ സമയത്ത് ഇത് ഇന്ന ആളെന്നൊന്നുമില്ല. സൈജു ചേട്ടൻ പറഞ്ഞതിന് ശേഷമാണ് ഇത് സിനിമാറ്റിക് ആയിട്ടുള്ളൊരു എഴുത്തിലേക്ക് മാറുന്നത്. അപ്പോൾ സൈജു ചേട്ടൻ പറഞ്ഞ് സൈജു ചേട്ടൻ മാൻഡ്രസ്സുകൾക്കും ചിരിക്കും. ഞാൻ ഡയലോഗ് ശ്രീചേട്ടൻ്റെ അടുത്തും നമ്മൾ എഴുതിയതിന് ശേഷം വായിച്ച് കേൾപ്പിക്കുന്നത് സൈജു ചേട്ടൻ പറയുന്ന പോലെയാണ് ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറയും ശരിയുണ്ടോ ഇത് സൈജു പറഞ്ഞത് തന്നെ, ഇത് സൈജു പറഞ്ഞ പോലെ ഉണ്ട്. അങ്ങനെയാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് സൈജു ചേട്ടൻ തന്നെ എന്നോട് പറയാണ് സിൻഡോ എടാ ഇത് സിനിമ പ്രാക്ടിക്കലാണ്, നിനക്ക് എന്നെ വെച്ച് അടുത്ത പടം ചെയ്യാലോ എന്നാ പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നടക്കില്ല, ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചത് ചെയ്യും, അല്ല പിന്നെ അങ്ങനെ വന്നത് സിനിമയിലേക്ക് എത്തുന്നു. സൈജു ചേട്ടൻ തന്നെ മുന്നിട്ടിറങ്ങി. തോമസ് തിരുവല്ല എന്ന് പറയുന്ന എൻ്റെ മുൻകാല സിനിമകളുടെ ഒക്കെ നിർമ്മാതാവ് നമ്മുടെ ജിബു ജേക്കബ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തോമസ് സാറ് ചെയ്യാന്ന് പറയുന്നു. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ വരെ എഡിറ്റിംഗ് ടേബിളിൽ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എൻ്റെ ഫോൺ അത്ര വിളിക്കരുത്. അപ്പോൾ തോമസ് തിരുവല്ല എഡിറ്റിംഗ് ടേബിൾ തൊട്ട് ലൊക്കേഷൻ തൊട്ട് എല്ലാത്തിലും. ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാറ് ഏകദേശം ഓട്ടം എന്ന് പറയുന്ന സിനിമ, കളിമണ്ണ്, എല്ലാം ശരിയാവും, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ലാൽ ജോസ് സാർ സിനിമ പൂക്കാലം, പൂക്കാലം ഗണേഷിൻ്റെ. അപ്പോൾ ഈ പടങ്ങൾ മുഴുവൻ ചെയ്ത് സാറ് പരിപാടി പഠിച്ചു എന്നുള്ളതാണ്. ശരിക്കും ഞാനാണ് ബിഗിനർ, സാറ് ബിഗിനറല്ല. അപ്പോൾ സാറിന് എന്താണ് എവിടെയാണ് കട്ട് പോയിന്റ് എന്ന് പറയുക. സാറ് കണ്ടു കഴിഞ്ഞാൽ ഒരു പാട്ട് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു സംഭവം ഇപ്പോൾ ട്രെയിലർ അടുത്ത ആഴ്ച ഇറക്കാമെന്ന് പറഞ്ഞ് സാറിനെ വിളിച്ചു പറഞ്ഞാൽ മോനെ ട്രെയിലർ അല്ലടാ ഇപ്പോൾ ഇറക്കേണ്ടത്, ഇപ്പോൾ ടീസറാണ് എന്ന് പറയും. എന്നിട്ട് സാറിനോട് ചോദിക്കും ഞാൻ പറഞ്ഞത് ശരിയാണോ, അത് നിനക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയണ്ട. ഞാൻ പറയുന്ന അഭിപ്രായത്തെ മാനിക്കുകയും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് നിർബന്ധം പറഞ്ഞ് സാർ പറയും അതാ പോലെ ശരിയെന്ന് പറയും. അപ്പോൾ സാറിൻ്റെ ഞങ്ങളുടെ നമ്മളൊരു വേവ് ലെങ്ത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാറ് മുമ്പിലേക്ക് എന്നോട് പറയല്ല, അങ്ങനെയാണ് പാപ്പച്ചൻ ഇത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്.
അത് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു. സിൻഡോ ഈവൻ ഇതിന് മുമ്പ് വേറെയും കുറെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ സൈചേട്ടന്റെ കാര്യം പറഞ്ഞ പോലെ എന്റെ കാസ്റ്റിംഗിലും ഒരുപാട് പേര് എന്താണ് ഈ വേണ്ട ഇത് നമുക്ക് ഇന്ന ആൾ വെച്ച്, പക്ഷെ സിൻഡോ അതില് ഭയങ്കര എന്താണ് ഉറച്ചു നിന്ന് ഇല്ല ശ്രിൻഡ തന്നെ ഇത് ചെയ്താലാണ്, കാരണം ശ്രിൻഡയാണ് ഞാൻ റീനായിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തോമസ് ചേട്ടന് ഇതേപോലെ നമ്മൾ മേമൂസ വർക്ക് ചെയ്ത സമയം അതാണ് നമ്മൾ ആകെയുള്ള പരിചയം. പുള്ളി ആ ഒരു സപ്പോർട്ട് ആക്ച്വലി സിൻഡോയ്ക്ക് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ കാസ്റ്റിങ്ങിലാണെങ്കിലും എല്ലാ ക്രിയേറ്റീവ് സ്പേസ് കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ആണ് ആക്ച്വലി. ഇനിഷ്യൽ കാസ്റ്റിംഗിലുള്ളതിൽ ഞാനും ശൃംദയും പ്രശാന്തും മാത്രമേ ഇപ്പോൾ അഭിനയിച്ചിട്ടുള്ളൂ. വേറെ ആരും അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഡേറ്റ് പ്രശ്നം. അത് കുട്ടേട്ടന് വേണമെന്നുള്ളത് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്ന ആള് വേറെ ആളാണ്. കുട്ടേട്ടൻ തന്നെ ചെയ്യണമെന്ന് തോമസ് സാർ പറഞ്ഞു. കുട്ടേട്ടൻ ചെയ്താൽ മതി ആ ക്യാരക്ടർ. പൂക്കാലത്തിലെ ഇട്ടുപ്പെന്ന് പറയുന്ന കഥാപാത്രം തകർത്ത് നിൽക്കുകയാണ്. അപ്പൊ കുട്ടേട്ടൻ ഇത് മാത്തച്ഛനായിട്ട് വന്നു കഴിഞ്ഞാൽ അതെ 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 നമ്മുടെ വേറൊരു റേഞ്ചിലാകില്ലേ ആ സിനിമ. ഇപ്പൊ കുട്ടേട്ടൻ അല്ലാണ്ട് വേറെ ആളെ നമുക്ക് അതെ, ഇപ്പൊ സൈചേട്ടന്റെ പാപ്പച്ചൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കുട്ടേട്ടന്റെ ക്യാരക്ടർ. ഭയങ്കര വേറെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കറക്റ്റ് ആണ്. അച്ഛനും മോൻ എന്ന് പറയുമ്പോൾ ഭയങ്കര അവരുടെ ഒരു കെമിസ്ട്രിയും ഭയങ്കര രസം. ശരിക്കും ഇന്നിപ്പോ നമ്മൾ വേറൊരു ചാനലിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, നസീർക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ട്രാക്കിൽ ഇതിൻ്റെ കഥേനെ ഞാനൊന്ന് ആലോചിക്കണം. ആക്ച്വലി ഇത് എഴുതുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇതിന് ഇങ്ങനൊരു ഡയമെൻഷൻ ഉണ്ടെന്ന്. അതായത് അപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അയാളുടെ ഒരു ഷാഡോയിൽ ജീവിക്കുന്ന മകൻ, എന്നാൽ അയാളുടെ എല്ലാ കഴിവുകളും അംഗീകരിക്കുകയും അതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും ചെയ്യുന്ന മകന് ആ കഴിവില്ല. പക്ഷെ അയാൾ അങ്ങനെ ഒരു യാത്ര നടത്തുന്നുണ്ട് സിനിമയിൽ. അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ഹീറോ എന്ന് പറയുന്ന ഫസ്റ്റ് ഹീറോ അപ്പനായിരിക്കും നമ്മുടെയൊക്കെ, അല്ലേ? അപ്പോൾ അവരെ ആയിരിക്കും നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ഒരു ഹീറോ. അപ്പോൾ അപ്പൻ നല്ല നാട്ടിൽ പുള്ളിയുടേതായിട്ടൊരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം മകൻ കേട്ട് വളരുന്ന അപ്പൻ്റെ കഥകളാണ്. അപ്പോൾ അപ്പനെ പോലെ ആവണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ശ്രമം നടത്തും. പക്ഷെ എന്തൊക്കെ ചെയ്താൽ നാട്ടുകാർ പറയും, ഓ അപ്പൻ്റെ അത്ര എത്തിയില്ല, ഇവൻ്റെ അപ്പൻ തന്നെയാണ് നല്ലതെന്ന് പറയും. അതാണല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മൾ കുറെ തള്ളും. പിന്നെ ആ തള്ളലാണ് ഇതിന്റെ അകത്ത് ശരിക്കും ഉള്ളത്. ശരിക്കും പാപ്പച്ചനെ ശരിക്കും ഇങ്ങനെ വായിക്കാം. പാപ്പച്ചനെ ഇങ്ങനെയും വായിക്കപ്പെടാം. ഇപ്പൊ പുറത്തുള്ള ഒരു ഓഡിയൻസ് ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിലേക്ക് പാപ്പച്ചൻ വായിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ. ശരിക്കും ആ ഒരു എന്താ പറയാ, ഒരു വേറൊരു റിവ്യൂ എനിക്ക് നസീർക്ക് ഇപ്പൊ പറഞ്ഞപ്പോൾ ശരിയാണല്ലോ, ഇനിയിപ്പോൾ അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ആ ട്രാക്കിൽ പിടിക്കാം എന്ന് എനിക്കെന്നെ തോന്നി. നമ്മൾ എഴുതിയൊരു കഥയിൽ ഇങ്ങനൊരു ആംഗിൾ ഉണ്ട്. അതിനൊന്ന് ചിന്തിച്ച് ഞാൻ പടം മുഴുവൻ കണ്ടതാണ്, ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണ്. അപ്പൊ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യം അതാണ്, കാര്യം ഇയാൾ എത്ര ശ്രമിച്ചിട്ടും ഇയാൾക്ക് അപ്പൻ്റെ ഒരു പേരുണ്ടാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലേ? അവിടെയൊക്കെ അപ്പൻ വന്നിട്ട് അപ്പൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ട് അങ്ങ് പോകും. അതിൻ്റെ ഒരു വേവും ഉണ്ട്. ഈ അപ്പൻ മകൻ ബന്ധമുള്ള സിനിമകൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നസീർക്ക പറഞ്ഞ പോലെയാണ് ആ കഥകൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് വേറെ രീതിക്ക് ശൃംദ തുടക്കത്തിൽ പറഞ്ഞ അതാണ് പാപ്പച്ചന്റെ ഒരു തള്ള്. അതാണ് ആ പോയിന്റ് കറക്റ്റ് ആയിട്ട്. ഇപ്പോഴാണ് ആ പോയിന്റിലേക്ക് കൃത്യമായിട്ട് എത്തിയത്. ഞാൻ വേണ്ടി വന്നു. ആദ്യം പടം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു. അല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നസീർക്ക് എൻ്റെ ഒരു നോട്ടം, അപ്പൊ നിനക്കറിയില്ലായിരുന്നത് അപ്പൊ ഇങ്ങനെയല്ലേ നോക്കിയല്ലേ. എനിക്ക് ആക്ച്വലി ജീവിതത്തിലും ഈ അച്ഛന്റെ ആ ഷാഡോയിൽ ജീവിക്കാൻ തന്നെയാണ് താല്പര്യം. ഞാൻ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് ജൂനിയർ കോളേജിൽ പോകുമ്പോഴത്തേക്കും കഷ്ടപ്പെടാനൊന്നും വയ്യ, ജോലിക്കൊന്നും താല്പര്യമില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സൗദ് ഹസൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും വലിയ സൗദം വെച്ചാൽ നമ്മുടെ രണ്ടുപേരും അച്ഛന്മാര് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പൊ അവര് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം പെൻഷൻ കിട്ടും. അപ്പൊ നമ്മളൊരിക്കലും പട്ടിണി കിടക്കില്ല. പിന്നെ ഇപ്പൊ ജോലി കിട്ടിയില്ലേലും നമുക്ക് പക്ഷെ അച്ഛന് താല്പര്യമില്ലായിരുന്നു. അച്ഛൻ ജോലിക്കൊക്കെ പറഞ്ഞു. അച്ഛൻ നേരത്തെ മനസ്സിലാക്കി ഇവൻ എന്റെ പെൻഷനിലാണ് കണ്ണു വെച്ചിട്ട്. ഈ പറഞ്ഞ പോലെ കുറെ സിനിമകൾ ചെയ്തു, അല്ലേ? ഇപ്പം ഷിൻഡോ കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞൊരു ഡയലോഗാണ്, നിങ്ങൾ ചെയ്യാൻ പോലും തയ്യാറായത് പറഞ്ഞത് ഷൈജുവിനെ മാറ്റിയിട്ട് ഈ സിനിമ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു, അല്ലേ? അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഈ സിനിമ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് പറയാൻ മനസ്സ് തോന്നിയത്? അതെ, ഈ സിനിമ ആദ്യം പറയുമ്പോൾ തന്നെ ഞങ്ങൾ സിനിമ മെഹ്മൂസയുടെ സെൻസറിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഈ കഥകൾ പറഞ്ഞപ്പം ഞാൻ ഈ സിനിമയുടെ തുടക്കത്തിലുള്ള ഒരു പോർഷൻ ഞാൻ സിനിമയ്ക്ക് പറഞ്ഞു കൊടുത്തു. കാരണം ഈ പാപ്പച്ചൻ ഒരു സിനിമാ ഭ്രാന്തനാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ള ഒരു കഥയും പറഞ്ഞു കൊടുത്തേ. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കഥ വെച്ച്
ഞാൻ പറഞ്ഞു കൊടുത്തു. സ്ഥിരമായിട്ട് ഒരാൾ സിനിമ കാണാൻ പോകത്തില്ല, ഒരാളെ കഥ കേട്ടിട്ടാണ് ആൾ നാട്ടുകാരോട് പറഞ്ഞ് ഇയാൾ കണ്ട സിനിമ ഇന്ന് രാവിലെ പോയി കണ്ടിട്ട് വന്നെന്ന് അദ്ദേഹം തന്നെ പറയാം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ അപ്പോൾ അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ സിനിമയോട് സംസാരിക്കാറുണ്ട്. വേറെ പ്രൊഡ്യൂസർമാർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇന്ന സിനിമ ഞാൻ തന്നെ ചെയ്യണമെന്നോ അങ്ങനൊന്നും. അത് ഏതായാലും നമ്മൾ ചെയ്യാനുള്ള നല്ല സിനിമകളാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ വരും എന്നുള്ള ഒരു ഇതാണ്. പിന്നെ സിനിമയോട് ഞാൻ പറഞ്ഞു, സിനിമ വേറെ ചെയ്യും, വേറെ പ്രൊഡ്യൂസറെ വെച്ച് ചെയ്യും, നീ വലിയൊരു സംവിധായകനാകുമ്പോൾ നല്ല ശമ്പളം തന്ന് തന്നെ ചെയ്യിപ്പിക്കാം നിന്നെ കൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സിനിമയാണ്. പക്ഷേങ്കിൽ അത് അവസാനം പക്ഷേങ്കിൽ സൈജു തന്നെ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. കാരണം സൈജു ആണ് യഥാർത്ഥത്തിൽ പാപ്പച്ച. അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത് ദർശന അല്ലായിരുന്നു, വേറെ ഒരു ആക്ട്രസ് ആയിരുന്നു. പക്ഷേ അത് ഇന്നത്തെ കാരണം ആളുകളും നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുമ്പോൾ, പക്ഷെ അത് ദർശനയ്ക്ക് അത് ഭയങ്കര ഗുണം ചെയ്തു. അത് ദർശന നന്നായിട്ടത്. അതെ, ഇതിനകത്ത് ശരിക്കേ ഇപ്പോൾ സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഇപ്പോൾ സൈജു കുറുപ്പ് എന്ന് പറയുന്ന ഒരു ആൾ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ സൈജു കുറുപ്പ് എന്ന് പറയുമ്പോൾ ആരാ ഹീറോ? ആരാ? സൈജു കുറുപ്പാണ്. അതായത് ഇവരുടെ മുഖത്ത് നമുക്കൊരു രണ്ട് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ട്. ആരാ ഇത് പറഞ്ഞു? സൈജു കുറുപ്പ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കുമല്ലോ. ആ, സൈജു കുറുപ്പല്ലേ? ആ, അല്ല ഞാൻ ചെയ്ത ആ ക്യാരക്ടർ ചിലപ്പോഴേ അല്ലാതെ സൈജു കുറുപ്പ് നല്ല ആർട്ടിസ്റ്റാണ്, പക്ഷെ ഞാൻ ചെയ്ത പക്ഷെ ഒപ്പം ചെയ്യുമ്പോൾ സത്യത്തിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഇത് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ബാലൻസ് ചെയ്യണം. ഞാൻ നായകനാകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബാലൻസ്, അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ പോയതാണ്. അല്ല അങ്ങനെ അത്തരം അനുഭവങ്ങൾ നമുക്ക് നേരത്തെ ഉണ്ട്. നമ്മൾ സിനിമ ഈ ടെക്നീഷ്യന്മാരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് എത്തി അവരെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ഉണ്ടല്ലോ. എല്ലാ കാലത്തും എപ്പോഴും നിൽക്കുന്നൊരു സാധനം അത്. സൈജു ഏട്ടൻ്റെ അടുത്ത് എനിക്ക് സൈജു ഏട്ടനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സ്ക്രിപ്റ്റിൽ എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് സൈജു ഏട്ടന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് സൈജു ഏട്ടൻ വളരെ സെലക്റ്റീവായിട്ട് സിനിമ എടുക്കുകയും അതിലെ സീക്വൻസിനെ മൊത്തം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് കഥ പറയാൻ പോകുന്ന എഴുതി കഴിഞ്ഞ് സ്ക്രിപ്റ്റ് കൊണ്ട് പോകുന്ന സമയത്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ സൈജു ഏട്ടൻ ഒരു വാലും തുമ്പും കിട്ടാണ്ടായപ്പോൾ സൈജു ഏട്ടൻ്റെ അടുത്ത് നമുക്ക് ഓഗസ്റ്റിലൊന്നും ഇരുന്നാലോ എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ ടേബിളിൽ ഇരിക്കണം എന്നറിയോ? ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് ഇങ്ങനെ പ്രിൻ്റ് എടുത്തത് ഇവിടെ. അപ്പം ഞാനിത് എടുത്ത് ഇപ്പോഴത്തെ ഇതിൻ്റെ ബാക്കിയല്ല. അപ്പോൾ സൈജു ഏട്ടൻ അത് എന്നോടാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. സൈജു ഏട്ടൻ പെട്ടെന്ന് ക്യാമറമാൻ ശ്രീജിത്തേട്ടൻ കയറി വന്നിട്ട് ഇതൊന്നും ഇങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് ശ്രീജിത്തേട്ടൻ ഫസ്റ്റ് ഡയലോഗ് പറയുന്നു, അതിൻ്റെ ബാക്കിൽ ഞാൻ പറയുന്നു ഇങ്ങനെയാണെങ്കിൽ ഇത് കൊള്ളാം എന്നാണ് സൈജു ഏട്ടൻ പറഞ്ഞത്. അത് ശരിയാ കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇവൻ ആക്ച്വലി പറഞ്ഞ് കൊളാക്കി. ഞാൻ ദൈവമേ ഇവരുടെ ഞാൻ ചാൻസും ചോദിച്ചു പോയി, കഥ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, റിജക്ട് ചെയ്യുന്നൊരു പണിയാണ്. അപ്പോഴാണ് ശ്രീധരൻ ഇതൊന്നും അല്ല സംഭവം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു തുടക്കം തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പുള്ളി മൊത്തം പരിപാടി വന്നു. ഞാൻ പറഞ്ഞു ഇതായിരുന്നു ഇവൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് അന്ന് ഇവൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ അടുത്തൊരു പടം ഇവരുടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പം നേരെ തിരിച്ചാണ്. ശ്രീധേട്ടൻ ഡയറക്ടറും സിൻഡു എഴുതുന്നു. ഇവർ ട്രിവാൻഡ്രത്ത് ഞാൻ ഷൂട്ടറുള്ളപ്പോഴത്തേക്കും എന്നോട് കഥ പറയാൻ വേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം ശ്രീധേട്ടൻ പറയാന്നുള്ളതാണ്. എന്നുവെച്ചാൽ വീണ്ടും ഇനിയിപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സിൻഡു എന്തൊരവസ്ഥയല്ലേ റിയലി. പക്ഷേ സിൻഡുയാണ് കഥ പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവരെ പിടിച്ച് കെട്ടിപ്പിടിക്കണം. അതായത് ഇവൻ ഭയങ്കരമായിട്ട് വളർന്ന് കഥ പറഞ്ഞത് ഭയങ്കര രസമായിട്ട് ഇത് ചെയ്തു. ശ്രീധേട്ടൻ മിണ്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നാൽ ശ്രീധരനാണ് അപ്പർ ഹാൻഡ്. ഡയറക്ഷൻ ശ്രീധരനാണ് ചെയ്യാൻ പോകുന്നത്. അല്ല അത് ഞാൻ സിന്ധു എന്റെ അടുത്ത് ഈ കഥ പറഞ്ഞത് ഭയങ്കര അത് ഓരോ സമയത്താണ് സൈജയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണല്ലോ എന്നോട് അല്ല അതുകൊണ്ടല്ല. അന്ന് ശരിക്കും കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ ചേട്ടാ. അങ്ങനെയാണത്. പിന്നെ നമ്മളത് എഴുതി തിരിച്ച് കയറ്റി വന്നപ്പോഴൊക്കെ അതിന്റെ ഓർഡർ പോയി. പക്ഷെ സിനിമ ഏകദേശം അതുപോലെ നമ്മളെടുത്തേക്കണേ. അല്ല അങ്ങനെയല്ല. ഈ സൈജു ചേട്ടനോട് പറയുന്ന സമയത്ത് എനിക്ക് കഥയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്നോട് ആ ചേട്ടൻ എന്ന് പറഞ്ഞത് ചേട്ടൻ ഇപ്പൊ എനിക്ക് ടെൻഷൻ ആവുമെന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു വിഷമം പോലെ തോന്നിയപ്പോൾ സൈജു ചേട്ടൻ പറഞ്ഞു എടാ നീ നന്നായിട്ട് ചിലപ്പോൾ ഇത് എടുക്കുമായിരിക്കും, പക്ഷെ നിന്റെ പറച്ചിലെ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നെ സമാധാനിപ്പിച്ചു. അല്ല പറയുന്ന പോലെ സിനിമ എടുക്കണമെന്നില്ല കേട്ടോ. അതെ അതെ. എത്രയോ സിനിമകൾ നമ്മൾ സ്ക്രിപ്റ്റ് കേട്ട് ഭയങ്കരമായിരിക്കും. ആ സ്ക്രിപ്റ്റ് കേട്ട് നമ്മൾ വീണുപോയി എല്ലാ പൈസ അഡ്വാൻസ് പോലും മേടിക്കാതെ അഭിനയിച്ച ആളുകളുണ്ട് കേട്ടോ അവിടെ. പറച്ചിലുണ്ടാവും, സിനിമ ഉണ്ടാവില്ല അവിടെ. ശരിയല്ലേ? പറഞ്ഞു വന്ന ഇതാണ്. അപ്പം
ഈ റിജക്റ്റ് ചെയ്ത ആക്ട്രസ് ചിന്തിക്കുന്നുണ്ടാവും ഈ മുത്തുക്കുടമാനം പാട്ടിറങ്ങിയപ്പോഴേ എന്ത് മനോഹരമായ ഒരു അല്ല അതിനകത്ത് ഏറ്റവും സന്തോഷം ഉണ്ടായ കാര്യം സാറേ, ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു, ഇതിനകത്ത് ഏറ്റവും കമ്മിറ്റ് ചെയ്തിട്ടുള്ള മലയാളത്തിൽ ഇന്നത്തെ അത്യാവശ്യം ഏറ്റവും വലിയ നിർമ്മാതാക്കളുള്ള ഒരാളാണ് ഇത് ആദ്യം കമ്മിറ്റ് മീൻസ് നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഈ മുത്തുക്കുടമാനം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാനത് സാറിനും ഞാൻ സൈജോട്ടോടും പറഞ്ഞു. ഞാൻ അയച്ചുതരാം. അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ അത് മനസ്സിലാച്ചാൽ മതി, തരില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, മോനെ പിന്നെ പാപ്പച്ചനല്ല സിൻഡോ ഒളിവിലാണെന്ന് അതേ പറഞ്ഞത്. അല്ല ഇതിപ്പം സിനിമയിലെ പുള്ളിയോട് പറഞ്ഞ അതേ ഡയലോഗ് പറയേണ്ടി വരും ഞാൻ പറഞ്ഞത്. അതെ 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 നിങ്ങളിവിടെ വെക്കാൻ വന്നാണോ ഞങ്ങൾക്ക് വെക്കാൻ വന്നാണോ? കറി വെക്കാൻ വന്നതാണോ? അത് പൊളിച്ചോട്ടോ. അത് ഒരുപാട് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്ത് തോന്നുന്നു എനിക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ്, സിൻഡോ ഒരു നല്ല സബ്ജക്റ്റ് ആയിട്ട് വരും, ഉടൻ തന്നെ നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. മലയാളത്തിലെ ലീഡിങ് പ്രൊഡ്യൂസറാണ്. എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുള്ളൂ. ഞാനപ്പോൾ മിനിഞ്ഞാന്നൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു, സാർ ഒരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്കൊരു കഥ പറയണം. അപ്പോൾ സിൻഡോ നമ്മുടെ ഹോട്ടലിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈയും തന്നു. നമ്മുടെ ഹോട്ടലിലേക്ക് വരും അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കുട്ടിക്കുക, നിങ്ങൾ പറയാൻ നിൽക്കണ്ട, നിങ്ങൾ മനസ്സിലാച്ചാൽ മതി. എല്ലാവർക്കും ഹോട്ടലുണ്ട്. എല്ലാവരും ഹോട്ടലുണ്ട്. എനിക്കുള്ളൂ. നമ്മുടെ ഹോട്ടലിൽ പരമ്പര ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാൻ പോകുന്ന ചായ കുടിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പിന്നെ നമ്മുടെ വഴി തെറ്റിച്ച് വിടണ്ട. അല്ല നല്ലതല്ലേ അത്? അതൊരു അവരെന്നോട് പറഞ്ഞതും കാരണം അവർ വലിയൊരു പടം ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർക്ക് നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് വലിയൊരു പ്രോജക്റ്റ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ അവർ നമ്മളെ അംഗീകരിച്ചു, അവർക്ക് വളരെ എല്ലാം ഇഷ്ടപ്പെട്ടു. അവർക്ക് അപ്പോൾ അവരുടെ ഒരു സ്റ്റാർഡം ലെവലിലേക്ക് കുറച്ചും കൂടി വലിയൊരു പടം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അല്ല, ഇതിന്റെ ഒരു സിനിമയാണിത്. സിനിമ എന്ന് പറയുന്നത് വലിയ കടൽ പോലെ കിടക്കുകയാണ്. ആർക്കും പരസ്പരം വിശ്വാസമില്ലായ്മയാണ് സിനിമ. സത്യമായിട്ട് ചീട്ടുകൾ പോലെയാണ്. കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഏത് സിനിമ എടുത്താലും അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പൈസ മുടക്കുന്നവർക്ക് പറയാം. ഇപ്പൊ ചിൻഡോ പോലെ ഒരു പുതിയൊരു ഡയറക്ടർ ചിലപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ വിളിക്കുന്ന വെച്ചാൽ അത് വലിയൊരു അംഗീകാരം, അവാർഡ് കിട്ടുന്നത് തുല്യമാണ്. ഞാൻ പറഞ്ഞത് സാറിൻ്റെ അടുത്ത് കാര്യം, എനിക്ക് അതിനകത്ത് ആളോട് ഒരു ഇതുമില്ല. കാര്യം പടം ചെയ്യാമെന്ന് പറയുന്നു, ഒരു സമയത്ത് വെച്ച് പുള്ളി സോറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആളോട് ഒരു ഇതിൻ്റെ കാര്യം, ഞാനും അസിസ്റ്റൻ്റായി അസോസിയേറ്റായി നമ്മൾ നിർമ്മാതാക്കളും ഡയറക്ടറും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ മീറ്റിങ്ങുകൾ പങ്കെടുക്കണല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വാണിയും പറയുന്ന സിനിമ എടുക്കാൻ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പരിപാടി അറിയാം. അപ്പോൾ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അല്ല, കൃത്യമായിട്ട് ഇപ്പോൾ ചിൻഡോ പറയുന്ന ഒരു സാധനം, അതിലേക്ക് ഞാൻ ഒന്നും കൂടെ വരാണ്. ഒരിക്കലും അങ്ങനെയല്ല. ചിൻഡോ ഇതെല്ലാം കണ്ടു വന്ന ഒരാളാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ വന്ന ഒരു സിനിമ എടുക്കുന്ന ഡയറക്ടർ അല്ല. അത് ഏറ്റവും വലിയൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ് ചിൻഡോ പറഞ്ഞു കേട്ടോ. ആ സിനിമയെക്കുറിച്ച് കൃത്യമായി അറിയാം. അതെ അതെ നമുക്ക് അതുകൊണ്ട് അവരോട് ഇനിയിപ്പം നാളെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവർ അയ്യോ എന്ന് പറഞ്ഞാലും നമുക്ക് അതിനകത്ത് ഓക്കെ നെക്സ്റ്റ്. സിൻഡോയെക്കുറിച്ച് സുരേഷ് ചേട്ടൻ പറഞ്ഞേ കേട്ടിട്ടില്ലേ? അവനൊരു സാധനമാണ്. അല്ലാതെ മറ്റേ സുരേഷ് ചേട്ടൻ ഡബിങ് തിയേറ്ററിൽ നിന്നൊക്കെ എന്നെ ഇറക്കി വിട്ടല്ലോ. സുരേഷ് ചേട്ടൻ പറഞ്ഞ അപ്പോ സുരേഷ് ചേട്ടന്റെ പാപ്പൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ ദുബായിൽ നടക്കുമ്പോൾ മിഥുൻ ചേട്ടനായിട്ട് ഇത് നടക്കുന്ന സമയത്ത് പുള്ളി പറഞ്ഞ കാര്യം അത് എന്താ വെച്ചാല്, സിൻഡോ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ എന്താണ് അവിടെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, അവനെ കൊണ്ട് ഞാൻ അവനെ ഡബ്ബിംഗ് തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണ് സംഭവം. എന്ന് വെച്ചാൽ സുരേഷ് ചേട്ടൻ പറഞ്ഞതിലൊരു ഡയലോഗിൽ കുറച്ച് വലിച്ചിൽ വന്നു. അതായത് കാവലിലൊരു ഡയലോഗ് അതുപോലെ ഉണ്ട്. അപ്പോൾ പഴയ സുരേഷ് ചേട്ടന്റെ ഒരു സാധനം ഉണ്ടല്ലോ ചേട്ടാ, ഒന്ന് കാണിച്ചേ. അല്ല അപ്പൊ ആ സാധനം എന്താ വെച്ചാൽ അതുപോലെ ഒരു വലിച്ചിൽ വന്നപ്പോൾ ഞാൻ സുരേഷ് ചേട്ടാ അത്ര വലിച്ചിൽ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ കുറെ കാലമായി പണി തുടങ്ങിയിട്ട് നീ ഇറങ്ങി പോകണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയൊന്നുമില്ല, ഞാൻ കൈയ്യട്ടെ അവിടെ വന്നു. എന്നിട്ട് കുറച്ചിറങ്ങിയപ്പോൾ സുരേഷ് ചോദിച്ചു ഇതുപോലെ മതിയാ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്നുകൂടി എടുക്കണം എന്ന് പറഞ്ഞു വീണ്ടും. അപ്പൊ പിന്നെ എടാ ജിബു 11 വേണ്ടി ഒന്നുകൂടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് ആക്കി ഞാൻ പറയൂലോ. സുരേഷ് ചേട്ടാ അത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ജിബിച്ചേട്ടൻ്റെ ചെവി പോയിട്ട് ചേട്ടാ ഒന്നുകൂടി എന്ന് പറയാറുണ്ട്. അപ്പൊ അതാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞത്, ഇവൻ ജിബുവിന്റെ ചെവി പോയിട്ട് എന്തോ കുശു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ സുരേഷ് ചേട്ടൻ ഓരോ ഇന്റർവ്യൂവിലും പറഞ്ഞു എന്ന് പറയാം. അല്ല, അതെന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ്. അല്ല സാർ, അത് പോസിറ്റീവ് ആണ്. നിങ്ങൾ നെഗറ്റീവ് ആക്കരുത്.
അത് പോസിറ്റീവാണ്. സുരേഷ് ഏട്ടൻ അല്ല, സുരേഷ് ഏട്ടനാണ് എന്നെ നമ്മുടെ പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഹൈദർക്ക പ്രോജക്റ്റ് ഷൂട്ടിങ് തുടങ്ങുന്ന രാവിലെ സുരേഷ് ഏട്ടൻ എന്നെ ഫോൺ ചെയ്തിട്ട്, എടാ അടിപൊളിയായിട്ട് പരിപാടി നടക്കട്ടെ, ഷൂട്ടിങ് നന്നായിട്ട് തീർക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സുരേഷ് ഏട്ടൻ്റെ കൈ ഒന്ന് എൻ്റെ തലയിൽ വെക്കാൻ എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്, നിന്റെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞു. കൈ തലയിലല്ല. അതെ. ഞാൻ ഇനി നീ എന്നെ വേറെ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും വലിയൊരു സന്തോഷം പാപ്പച്ചന് പറ്റിയ ഒരു അളിയനെ കിട്ടിയിട്ടുണ്ട്. അതേ ഇരിക്കണം അളിയൻ. അളിയനിലേക്ക് വരാൻ വേണ്ടി തുടങ്ങാം. ഈ അളിയനെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? ഈ അളിയൻ മതിയെന്ന് തീരുമാനിച്ചത്? അല്ല, അത് സത്യത്തിൽ വളരെ ആദ്യം തന്നെ കഥ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തിരുത്തിയിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ ഈ കഥാപാത്രം അങ്ങനെയൊന്നും അല്ല, ഇത് ഇങ്ങനെ ഒരു സമയത്ത് വന്നു ചേർന്ന അളിയൻ കഥാപാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശാന്ത് നാരായണൻ എന്ന് പറയുന്ന കൺട്രോളറാണ്. ഇപ്പോൾ റോഷാക്കിൻ്റെ ഒരു ഇത് കോട്ടയം നസീർ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് നമ്മളൊരു 5-8 കൊല്ലം മുമ്പിൽ പുറകിലേക്ക് പോയിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കോട്ടയം നസീർ അല്ലേ ഇക്ക എന്ന് വിളിക്കുമ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ച സാധനം ഓർമ്മ വന്നു. എന്താ മോനെ എന്ന് പറയുന്ന ഒരു വിളി കിടക്കണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ. അപ്പം തന്നെ വിളിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നൊരു സാധനം വരും. അപ്പം തന്നെ നസീർഖാനെ വിളിക്കുന്നു, കഥ പറയുന്നു, നമുക്ക് എന്തായാലും ചെയ്യാമെന്ന് പറയുന്നു. അന്ന് ആ കഥയെപ്പറ്റി പാപ്പച്ചനെ പറ്റിയാണ് പുള്ളി സംസാരിക്കുന്നത്. പാപ്പച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിക്കണം, ഈ പാപ്പച്ചൻ ഇങ്ങനെ പറയണം. അല്ലാതെ അളിയൻ ആക്രി സേവിയർ എന്ന് പറയുന്ന അളിയനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല നസീർക്ക. ഫുള്ള് പറഞ്ഞത്, എടാ പാപ്പച്ചനെ നമുക്ക് ഈ വഴിക്ക് കൊണ്ടുവരണം, ഞാൻ കുറച്ച് ക്യാരക്ടർ സ്കെച്ച് വരച്ചു തരാം. പിന്നെ വരച്ചൊന്നുമില്ല, അത് പോട്ടെ. അത് വരയ്ക്കേണ്ട വന്നില്ല. ഞാനും പ്രതീക്ഷിച്ചു. എന്നുവെച്ചാൽ ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, നസീറേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൈജുവിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് മനസ്സിലുണ്ട് നന്നായിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ കണ്ടപ്പോ ഞാൻ വരയ്ക്കേണ്ടി വന്നില്ല എന്ന് എനിക്ക് തോന്നി. കാര്യം കണ്ടത് ലൊക്കേഷൻ വന്നപ്പോഴല്ലേ, അതിന് മുമ്പേ വരച്ചു തരുന്നത്. ഇഷ്ടപ്പെട്ടു. ആ ഷർട്ടിന്റെ പാറ്റേണും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഞാൻ വരച്ചത് പിന്നെ ബാക്കി അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ടാണ്. വേറെ പടം കിട്ടിയല്ലോ. അതായത് വേറെ പടത്തിന് പോയി ചേട്ടാ, അതാണ് വരച്ചില്ല. നിസർഗായി പറഞ്ഞ പോലെ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാണ് വീണ്ടും ഒരു കുടുംബ ചിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കുറെ സിനിമകൾ ഇപ്പോൾ കുടുംബ ചിത്രത്തിന്റെ ഭാഗമായി വരുന്നത്. അത് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് അല്ലെ? പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇപ്പൊ ചെയ്തു വെച്ച സിനിമകൾ പല രീതിക്കുള്ള കഥാപാത്രം ചെയ്തിട്ട് ഇതിലൊരു അളിയൻ കഥാപാത്രം എത്രമാത്രം ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഇതില് ആക്രി സേവിയർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഞാനിപ്പോൾ അടുത്ത് അങ്ങനെ നർമ്മമുള്ള ക്യാരക്ടേഴ്സ് ഇപ്പം ചെയ്തിട്ടില്ല. അത്യാവശ്യം എല്ലാം ഈ നെഗറ്റീവ് ഷെയ്ഡുള്ളതും സീരിയസ് ക്യാരക്ടറൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഫ്രഷ്നസ് തോന്നി. നമ്മൾ തമാശ വേഷമൊന്നും ചെയ്യാതിരിക്കുമ്പോൾ. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ തോമസ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇപ്പോൾ ഇവരെല്ലാം തോമസ് സാറെന്നൊക്കെ വിളിച്ചത് ഞാൻ തോമസ് എന്ന് വിളിക്കുമ്പോൾ കുഴപ്പമില്ല അല്ലേ? അങ്ങനെ പ്രശ്നമില്ല. അല്ല, അത് കുഴപ്പമില്ലാന്ന് പറയാം, പ്രായം കുറവാന്ന്. അങ്ങനല്ല, ഞങ്ങള് ഒരു 30-35 കൊല്ലത്തെ ബന്ധമാണ്. 35 കൊല്ലത്തെ ബന്ധം? 35 കൊല്ലത്തെ ബന്ധമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ബന്ധം. 8ാം ക്ലാസ്സിൽ പഠിക്കും. ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി കളിച്ചു തുടങ്ങിയാണ്. പുതിയ അറിവല്ല, എക്സ്ക്ലൂസീവ് ആണ്. ഇവിടുന്ന് ഇവിടെ വന്ന് ആ ഇത് തോമസ് തിരുവല്ല എന്ന കലാകാരനെ എനിക്കത് അത്ഭുതമാണ്. ഞാൻ ഈ പറയാൻ പോണെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമൊക്കെ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് തോമസ് ഗൾഫിലായിരുന്നു, കുറേ കാലം ജോലിയായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ അപ്പം ഞാൻ നിറയെ പ്രോഗ്രാമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ ആ 1 മാസം കഴിഞ്ഞാൽ പോയിരുന്നെങ്കിൽ ഞങ്ങൾ 1 മാസം ഒരുമിച്ച് തന്നെ ഉണ്ടാവും. കോവിഡ് തന്നെയാണ് ഈ ടീ കടപ്പ എല്ലാം ഒരുമിച്ച് യാത്രയ്ക്ക്. അവിടുന്ന് പിന്നെ ഞാൻ കാണുന്നത് തോമസിനെ ഒരു നിർമ്മാതാവായിട്ടാണ് കാണുന്നത്. ആ ഒരു വളർച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. ഇന്ന് അതാ തോമസിന്റെ പടത്തിൽ ഞാൻ അഭിനയിക്കും കൂടെ ചെയ്യും. അതിൻ്റെ ഒരു ചക്രം എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിഷമം എന്നറിയാമായിരുന്നു, ഈ 6 സിനിമ നിർമ്മിച്ചിട്ടും കോട്ടയം നസീർ ഒരു സിനിമയിൽ പോലും നമ്മളോട് അഭിനയിച്ചിട്ടില്ലല്ലോ, നമ്മുടെ സിനിമയിൽ ഇല്ലായിരുന്നല്ലോ എന്നുള്ളൊരു വലിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ഡയറക്ടേഴ്സിനോടും ഇന്ന ആളിന് വേഷം കൊടുക്കാൻ പറയത്തില്ല. അപ്പം സലീം കുമാറും ഞാനും ഇതുപോലെ കോളേജ് തലത്തിലുള്ള ബന്ധമാണ്. നമ്മുടെ ഉണ്ടപ്പക്രവും ഞാനും ആ സമയത്തുള്ള ഇവരെല്ലാം ഒരേ സമയത്തുള്ള ബന്ധങ്ങളാണ്. പക്ഷേ സലീം കുമാർ അഭിനയിച്ചു, ഷാജോൺ അഭിനയിച്ചു, പിന്നെ ഹരിശ്രീ യൂസഫ് അഭിനയിച്ചു. പക്ഷേങ്കിൽ കോട്ടയം നസീർ മാത്രം നമ്മുടെ സിനിമയിലെങ്ങും വരാത്ത വലിയൊരു വിഷമമായിരുന്നു. പക്ഷെ അത് ഈ തവണ അത് വളരെ വളരെ അറിയാവുന്ന പോലീസുകാരനെ അവരെക്കാളിലൊക്കെ മുമ്പിലുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഒത്തിരി ഇതൊരു വലിയ സൗഹൃദമാണ്. ഇപ്പോഴാണ് ആ സൗഹൃദം മനസ്സിലാവുന്നത്. മിമിക്രി ചെയ്യുന്ന അറിയില്ല. നിങ്ങൾ ചെയ്തത് എന്തായിരുന്നു? അല്ല, ഞാൻ മിമിക്രി, കഥാപ്രസംഗം, മോണോആക്ട് പറഞ്ഞ് ഈ യൂണിവേഴ്സിറ്റി സ്കൂൾ തലത്തിലൊക്കെ മത്സരത്തിലൊക്കെ പോകുന്ന ആ സമയത്ത് ബാലന സഖ്യത്തിന്റെ മത്സരത്തിന് സ്ഥിരമായിട്ട് നസീറുണ്ടല്ലോ.
അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് കേട്ടോ. നസീർ അന്നും ഫസ്റ്റാണ്. എന്നിങ്ങനെ മത്സരത്തിൽ നിന്ന് നമ്മൾ പിന്മാറത്തില്ല. നസീർ ഞാൻ അന്ന് കാണുന്ന പോലെ നസീർക്കാരുടെ അടുത്ത് അന്ന് തോമസ് സാറ് കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം. അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ മത്സരത്തിന് പോയാൽ അവിടെ നമുക്ക് ഓപ്പോസിറ്റ് നിന്ന് വിന്നർ ആവുന്നവരോട് നമുക്ക് ദേഷ്യമല്ല. ഈ നല്ല ഗുണ്ടകളെ തല്ലി തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കൂടെ കൂടി നാട്ടുകാരെ തല്ലി തോപ്പിക്കാൻ പറ്റില്ല നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അങ്ങ് കൂടുക എന്നുള്ളത് അത്രേ ഉള്ളൂ. നസീർ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാരക്ടർ കുറെ ചെയ്തേക്കണം. ഇതിനകത്ത് വ്യത്യസ്തമായി ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ട് അല്ലേ? അത് കുഴപ്പമില്ല. രസമുള്ള ക്യാരക്ടറാണ്. ഒരുപാട് സീൻസിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഉള്ളത് രസകരമായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ. വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു വാക്കില്ല സിനിമയിൽ എന്ന് എനിക്ക് തോന്നുന്നത്. വ്യത്യസ്തത ഇല്ല. എല്ലാവരുടെയും ഇപ്പൊ ചാനൽ ഇന്റർവ്യൂ ചെയ്യുന്ന എല്ലാവരുടെയും പ്രത്യേകതയാണ് വ്യത്യസ്തത എന്ന് അവരങ്ങനെ എടുത്തിടും. അപ്പൊ അവരറിയാണ്ട് പറഞ്ഞു വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. സത്യത്തിൽ വ്യത്യസ്തം ഇല്ല. നമ്മുടെ പരിചിതമായ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പൊ പാപ്പച്ചനോളിലാണെന്ന് പറയുന്ന സിനിമ ഒരു വ്യത്യസ്തത ഇല്ലാത്ത സിനിമയാണ്. പക്ഷെ പ്രമേയത്തിലൊരു പുതുമയുണ്ട്. പുതുമ എന്ന് പറയുന്ന വാക്കാണ്. അതായത് കാലത്തിനനുസരിച്ചുള്ള ഫോട്ടോഗ്രാഫിയിലനുസരിച്ച് അല്ലെങ്കിൽ വിഷ്വൽ മ്യൂസിക്കലി ഇനിയിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വായിക്കുന്ന സമയത്ത് ഒരു പുതിയ മാൻഡ്ലിൻ വെർഷൻ പുതിയൊരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്കോർ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സൗണ്ടിങ്ങിനുള്ള പ്രത്യേകത ഇപ്പോൾ 5.1 മാറിയിട്ട് ഇപ്പം നമ്മൾ അറ്റ്മോക്സിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ കഥാപരമായിട്ട് ഇപ്പോൾ പാപ്പച്ചമണിയിലാണ് നടക്കുന്ന ഒരു മലയോര പ്രദേശത്താണ്. ഈ കാട്ടിലെ ഒരു കഥ നമ്മളിവിടെ ആവിഷ്കരിക്കുമ്പോൾ അവിടെ എന്ത് പുതിയ സാധനം കൊണ്ടുവരാൻ? അവിടെ നമ്മൾ പരിചയപ്പെട്ട ആളുകളെ അങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ലാതെ അങ്ങനെ തന്നെ എടുക്കുമ്പോൾ അതിൽ വ്യത്യസ്തതയല്ല ഉണ്ടാകുന്നു. ഇപ്പോൾ ആകെ വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അതിലൊരു സിൻഡോ സണ്ണി എന്ന് പറയുന്നൊരു പുതിയ പേരുണ്ടാകുന്നു എന്നുള്ളതല്ലാതെ വ്യത്യസ്തത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരും സിനിമയിലുള്ളവർ തന്നെയാണ്. ബാക്കി എല്ലാം സിനിമയുടെ മറുപടി ഈ ചിന്തയാണ് ആദ്യം കഥ പറയാൻ പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടുന്നത്. നന്നായിട്ട് പിന്നെ പഠിച്ചെന്ന് പറഞ്ഞല്ലോ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങൾ. ഔസേപ്പച്ചൻ സാറിനോട് അല്ല കേട്ടോ, ഇതെല്ലാം പഠിച്ച ഔസേപ്പച്ചൻ സാറിനോട്. സാറാണ് എൻ്റെ ഗുരു. ജിബു ജേക്കബ് ഒന്നും പഠിക്കാനില്ല. അതെ, ഔസേപ്പച്ചൻ സാറും ജിബു ജേക്കബുമാണ് എൻ്റെ ഗുരുക്കന്മാർ. ജിബു ജേക്കബ് സ്കൂൾ എൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് കൂടുതൽ ഞാൻ പിന്നീട് ഈ പാപ്പച്ചനൊളിയിലാണെന്നുള്ള സിനിമയിൽ കിട്ടിയേക്കണ ഔസേപ്പച്ചൻ സാറിൻ്റെ സ്റ്റുഡിയോയിൽ പുള്ളിയുടെ വീട്ടിലാണ്. അല്ല, ഔസേപ്പച്ചൻ സാറൊന്നും ഒരു സിനിമയുടെ ലൊക്കേഷൻ വന്നല്ലേ, ഈ സിനിമയുടെ ലൊക്കേഷൻ വന്നു അത്ഭുതം തോന്നിയ ഒരു ആളാണ്. വേറെ എവിടെ പോകുന്ന അങ്ങനെ ലൊക്കേഷനിൽ അദ്ദേഹം പോകാറില്ല. ജിബു ജേക്കബ് എന്ന് പറയുന്ന എൻ്റെ ഗുരുവിനെ ഞാൻ അഭിനയിപ്പിച്ചല്ലോ. അതെ, എനിക്ക് ആക്ഷനും കട്ടും പറയാൻ പറ്റുമല്ലോ. അത് വലിയൊരു അതെ. ജിബു ചേട്ടന് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ മനോഹരമായ എങ്ങനെ ശ്രീജിത്തേട്ടനാണ് എൻ്റെ ഇപ്പം പാപ്പച്ചനൊളിയിലാണെന്ന് പറയുന്ന സിനിമയുടെ നടുക്ക് വെച്ച് ഇങ്ങനെ മുറുക്കിയാണെങ്കിൽ ഒരു പാതി ശ്രീജിത്ത് നായർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറും പാതിയെ ഞാനുള്ളൂ. അല്ലാതെ സിൻഡോ സണ്ണി കഥാതിരക്ക സംഭാഷണം അല്ലെങ്കിൽ ഫിലിം ബൈ സിൻഡോ സണ്ണി അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ ഒരേ ഫ്രെയിം വെക്കുമ്പോൾ ഒരുമിച്ച് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തുവാണ്. അത് തന്നെയാണ് ഈ സിനിമയ്ക്ക് മറ്റൊരു വിജയം ഉണ്ടാകുന്നത്. നിങ്ങൾ ആ സ്കൂളിൽ ചെയ്തൊരു മിമിക്രി എന്തെങ്കിലും പറയാം? അല്ല, ആ കഥാപ്രസംഗം രണ്ടിലെ കഥാപ്രസംഗത്തിന്റെ നമ്മൾ ആരും കേട്ടില്ല. മിമിക്രി ചെയ്യാറുണ്ടല്ലോ. ഇല്ല, ഇപ്പൊ ഒന്നും ചെയ്യാം. 30 കൊല്ലം മുമ്പുള്ള കാര്യം. 30 കൊല്ലം കഴിഞ്ഞാൽ നസീറിപ്പം ചെയ്യാറുണ്ട്. പ്രാക്ടീസിലാണല്ലോ. പ്രാക്ടീസ് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അത്യാവശ്യം ലൈവായിട്ട് പോകുന്ന ഒരാളാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ഇതൊന്നുമില്ല. അദ്ദേഹം പിന്നെ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതും വേഷം ചോദിച്ചതല്ല. ഞാൻ ഇതിനു മുമ്പ് ഓട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തു, പൊളിറ്റീഷ്യനായിട്ട്. അപ്പോൾ ഇതിനകത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു റോളുണ്ട്. ഡയറക്ടർ പറഞ്ഞിങ്ങനെ സാർ അത് ചെയ്യാതെ അന്നത്തെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അങ്ങനെ ചെയ്തതാണ്. എനിക്ക് ഓട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. എനിക്ക് തോമസ് തിരുവല്ല എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അറിയുന്നതിന് മുമ്പ് ഞാൻ ആ പടം ഇപ്പോൾ എറണാകുളത്ത് ഒരിടയ്ക്ക് അന്നത്തെ സമയത്ത് ഭയങ്കര ഹോർഡിങ്സ് കയറിയൊരു പടം അത്. അതെ, കുറേ കാലം ആലുവ അവിടെ അത് ഇരുന്നു. അപ്പം ഞാൻ ഓട്ടം എന്ന് പറയുന്ന വാക്ക് കാണുകയും ഈ തോമസ് സാറിൻ്റെ ആ പഞ്ചായത്ത് മെമ്പർ എന്നെ ഭയങ്കരമായിട്ട് ഷാജോൻ ചേട്ടനായിരുന്നു കൂടെ. അപ്പം അതിങ്ങനെ യൂട്യൂബിൽ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് അത് വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനത് ഒരു ദിവസം സാറിനെ കണ്ട് സംസാരിച്ചു. സാർ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇതിനകത്ത് ആ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ചേട്ടാ ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരില്ല, അത് വേറെ ആരെങ്കിലും വെച്ചൊന്ന് പ്ലാൻ ചെയ്യണം. പക്ഷെ ഞാൻ സാറ് വരുന്ന ഡേറ്റിലേക്ക് അത് പ്ലാൻ ചെയ്തു, സാറിനെ കൊണ്ട് ചെയ്യിച്ചു. അത് അതിനകത്ത് ഭയങ്കര രസമായിട്ട് തിയേറ്ററിൽ വരുമ്പോൾ കാണാം. നമുക്ക് ഒരു നടനെ പറ്റിയും കൂടെ സംസാരിച്ചിട്ട് അല്ല, മറ്റേ ഒരു നടൻ, എനിക്ക് മറ്റൊരു നടനെ പറ്റി തീർച്ചയായിട്ടും പറയാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പറയാതിരിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ആ നടൻ ഏകദേശം 5 ദിവസം അഭിനയിച്ചു.
5 ദിവസത്തോളം ഒന്ന് അഭിനയിച്ചു. അപ്പം നമ്മൾ ഈ നടനെ പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു പുതിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. പുള്ളിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇല്ല. എന്നാലും എന്തെങ്കിലും ആയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കില്ല. അപ്പം എന്തായാലും നമുക്ക് പറഞ്ഞേക്കാം. പേര് ഹൈദരലി എന്നാണ് പേര്. അതായത് വെപ്പുകാരൻ അബു. അപ്പൊ ഇതിനകത്ത് പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങൾ ഞങ്ങൾക്കിട്ട് വെക്കാൻ വന്നാണോ അതോ വെക്കാൻ വന്നാണോ? കുറച്ച് മുമ്പ് പറഞ്ഞ ഡയലോഗ്. അത് ആ ഡയലോഗാണ്. അതിലും നന്നായിട്ട് മറ്റേ ആ കായിട്ടാലേ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. വെപ്പുകാരെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കൊടുത്ത വേഷമാണ്. റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണുന്ന ഒരുപാട് എല്ലാവരും കൈയടിച്ചതിന് വർഷങ്ങൾക്ക് ശേഷം അതായത് ഹൈദരാബാദിന് താടിയും മീശയും വന്നപ്പോൾ തൊട്ട് പുള്ളി എല്ലാ ദിവസവും ഷേവ് ചെയ്യും. പക്ഷെ നമ്മുടെ പടത്തിന്റെ 5 ദിവസം പുള്ളി ഷേവ് ചെയ്തില്ല. അങ്ങനെ അത് എന്നോട് പറഞ്ഞു കേട്ടോ. പറഞ്ഞു ഷേവ് വരുന്നത് ഞാൻ നരച്ച താടി വെച്ച് ഇറങ്ങാറില്ല, എനിക്ക് നരച്ചു വരും, പ്രായമായതുകൊണ്ടല്ല കേട്ടോ, നേരെയാണ് കുടുംബപരമായിട്ടുള്ളതുകൊണ്ടാണ്. അതൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതെ അങ്ങനെ തന്നെ ചെയ്തത്. ഹൈദരൊക്കെ പിന്നെ ബ്ലഡിൽ ഈ ഒരു ചോദ്യം ചോദിക്കൽ, ഉത്തരം പറയിപ്പിക്കൽ, ഉത്തരം മുട്ടിക്കൽ പരിപാടി പുള്ളിക്ക് ബ്ലഡിലുണ്ട്. കാരണം എന്താ വെച്ചാല് ഷൂട്ട് രാത്രി എന്തോ ലൈറ്റിൽ എന്തോ ഒരു പ്രശ്നം വന്നു. രാത്രി എന്താ പറ്റിയതെന്ന് നൈറ്റ് സംഭവം എന്തോ ഒരു ലൈറ്റിൽ എന്തോ പ്രശ്നം വന്ന് പെട്ടെന്ന് കുറച്ചേരത്തേക്ക് ബ്രേക്ക് ചെയ്തു. ഒരു കസേര ഇട്ടിട്ട് ഫോണും ഓൺ ആക്കിയിട്ട് വന്നിട്ട് സിൻഡോ പാപ്പച്ചനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അന്ന് രാത്രി ഫുള്ള് ഞങ്ങള് എല്ലാവരുടെ അടുത്തും പോയിട്ട് പിന്നെ ഞാനപ്പോൾ അവിടെ എന്തെങ്കിലും പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനും ഒരു 1.5 പേജ് ഡയലോഗ് നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങേര് ഇനി എവിടെ കൊണ്ട് അഭിനയിപ്പിക്കാനല്ല, ഇനിയിപ്പോ എന്ത് ചോദിച്ചാലും പരിപാടി ഇതൊക്കെ തന്നെ ആവും എന്നുള്ളത് ഞാൻ അന്ന് ആലോചിച്ചു. അല്ല എന്തായാലും നല്ലൊരു സിനിമ, സൂപ്പർ സിനിമ ഹിറ്റടിക്കട്ടെ. സൃന്ദയി പറഞ്ഞതുപോലെ, സൈജു പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും വ്യത്യസ്തമെന്നൊരു വാക്ക് നമ്മൾ ഇനി ചിന്തോ പറയാനില്ല. നമ്മൾ ചെയ്ത കഥാപാത്രം, അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കഥാപാത്രം, അത്തരം കഥാപാത്രം പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കട്ടെ. നമ്മൾ എക്സാം എഴുതി വെച്ചിരിക്കുകയാണ്, ഇനി മാർക്കറിന്റെ പ്രേക്ഷകർ തന്നെയാണ്. ഉറപ്പായിട്ടും ആ എക്സാമിൽ കൃത്യമായി തന്നെ നമ്മൾ എല്ലാവരും കൃത്യ ചോദ്യങ്ങൾക്ക് മറുപടി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി പ്രേക്ഷകർ മാർക്കിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ പോലെ സൈജുവിൻ്റെ പേര് പറയുമ്പോൾ മാറുന്ന നായികമാരും, വൃന്ദയുടെ പേര് പറയുമ്പോൾ മാറുന്ന നായകന്മാരും, ഈ പ്രൊഡ്യൂസർമാർ അല്ല സൈജുയുടെ പേര് പറയുമ്പോൾ നായികമാരാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ 1-2 പേർക്കൊക്കെ മെയിൻ സ്ട്രീമിലെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും സിൻഡോ പറഞ്ഞുള്ള അറിവ് മാത്രമേ അല്ല. അത് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും ചിലപ്പോൾ ബിസിനസ് പരമായിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. സിനിമ എടുക്കേണ്ട അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പൈസ ഇടുമ്പോൾ ഒക്കെ ഇന്ന കാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇത്രയും വലിപ്പത്തിൽ സിനിമ എടുക്കണം. ചില ആൾക്കാർ അവരുടെ ക്രിയേറ്റീവ് സ്പേസിൽ നിന്നിട്ട് ഓക്കെ ഈ കഥ ഇത് ഇവരെ വേറെ വിശ്വാസത്തിൽ. അപ്പം അങ്ങനെ ഒരു പ്രൊഡ്യൂസറാണ് തോമസ് ഏട്ടൻ. തോമസ് ഏട്ടൻ ആ സിനിമയിൽ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമ എടുത്തത്. ഓക്കെ ഈ ക്യാരക്ടേഴ്സ് ഇതിന് ആപ്റ്റാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ചിലർക്ക് കാരണം സൈജു ചേട്ടന്റെ കൂടെ ഇപ്പൊ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെ എടുത്തു നോക്കിയാൽ അതെ എല്ലാവരും ഉണ്ട് ഏകദേശം. എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പൊ അപ്പൊ പിന്നെ ഈ ആൾക്കാർ ഇനി ആലോചിച്ച് കൂട്ടി ഇനി ഹൈദരക്കന് വീട്ടിൽ പോയിരുന്ന ആലോചിച്ച് കൂട്ടിയാലും കിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ സൈജുവിന്റെ കൂടെ ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ വേണ്ടി തുടങ്ങാറുണ്ട്. ഇപ്പോൾ ചെയ്ത സിനിമകളെല്ലാം പിന്നെ ആര് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. അത് പ്രേക്ഷകർ ഞാനത് പറയില്ല. സൈജുവേട്ടൻ ചോദിച്ചാൽ ഞാൻ പറയും. അപ്പൊ അങ്ങനെയല്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മറുപടി തന്നെയാണ് ഈ സിനിമ. പാപ്പച്ചൻ ഒളിവിലായ എന്ന സിനിമ ഗംഭീരമായ ഹിറ്റാണ്. നിങ്ങളാരും ഒളിച്ചിരിക്കാതെ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. OTT ബിസിനസ് ഉണ്ടാകും, സാറ്റലൈറ്റ് ബിസിനസ്, പക്ഷേ എല്ലാം 90 ദിവസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. അതും കൂടെ എടുത്തു പറയുകയാണ്. ഉടനെയൊന്നും OTT വരുമെന്ന് കാത്തിരിക്കേണ്ട. സൂപ്പർ ഹിറ്റാണ് ഈ സിനിമയുടെ ആഘോഷം. നമുക്ക് 100-150 ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തരട്ടെ. സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇത്രയും നേരം ഞങ്ങൾ സഹകരിച്ച 5 പേർക്കും വളരെ നന്ദി. താങ്ക് യു.